ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം. പതിനഞ്ചാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനു സമീപം തുഞ്ചംപറമ്പിൽ ജനിച്ചു. ദേശാടനം നടത്തി വിദ്യ അഭ്യസിച്ചു. 4 വേദങ്ങളും 6 ശാസ്ത്രവും സംസ്കൃതവും ജ്യോതിഷവും സ്വായത്തമാക്കി. 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിൽ നിന്നും 51 അക്ഷരങ്ങളുള്ള മലയാള അക്ഷരമാലയ്ക്ക് രൂപം കൊടുത്തു. എഴുത്തുകളരികൾ സ്ഥാപിച്ചു. ആശാൻ, പണിക്കർ എന്നീ സ്ഥാനപ്പേരുകളിൽ അറിയപ്പെട്ടു. ഓം ഹരിശ്രീ ഗണപതയേ നമ എന്ന് കുട്ടികളുടെ കൈവിരലുകൾ കൊണ്ട് മണലിൽ എഴുതിപ്പിച്ച് വിദ്യാരംഭം തുടങ്ങുന്ന രീതി പ്രാവർത്തികമായത് എന്നിലൂടെയാണ്. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തെ അതുകരിച്ച് 4,000 ശ്ലോകങ്ങളാക്കി സാധാരണക്കാർക്ക് ആസ്വാദകരമേകി. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമൻ കിളിപ്പാട്ട്, ചിന്താരത്നം, ബ്രഹ്മാണ്ഡ പുരാണം, ശിവപുരാണം മുതലായവ എൻ്റെ രചനകളാണ്. അന്നുവരെ നിലവിലുണ്ടായിരുന്ന ശൃംഗാരം, ഫലിതം, ഭക്തിരചനാ സമ്പ്രദായത്തിൽ നിന്നും വ്യത്യാസമായി സാമൂഹ്യ നന്മയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള കാവ്യരചനകൾ ദ്രാവിഡ നാടൻ നാടോടി ഈണത്താൽ വിരചിതമാക്കി സാധാരണക്കാർക്ക് ഭക്തിരസംഭാവം എൻ്റെ കൃതികളിലൂടെ മനസ്സിലാക്കി കൊടുത്തു. എഴുത്തച്ഛൻ എന്നാൽ കുലപ്പേരാണ്. തുഞ്ചൻ എന്നാൽ ഇളയവനെന്നും അങ്ങനെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് നാം അറിയപ്പെട്ടു. രാമായണം, ഇരുട്ടുമായണം, പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ അയനമായും ഉദ്ഘോഷിച്ചു പാടി ശ്രീരാമഭരണം പ്രകീർത്തിച്ചു പാടി നാം ധന്യരാകുന്നു. പാണ്ഡിത്യത്തിലും വംശപ്പൊലിമയിലും താഴേക്കിടയുള്ള എനിക്ക് ശ്രീരാമചരിതാലാപനത്തിൽ അറം പറ്റാതിരിക്കാൻ കിളികളെ കൊണ്ട് പാടിച്ചു. അങ്ങനെ മലയാള ഭാഷയ്ക്ക് കിളിപ്പാട്ട് രീതി പരിചയപ്പെടുത്തി. തമിഴ് ഭാഷയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന കിളിവിടുത്ത് എന്ന രീതിയിൽ നിന്നും വ്യത്യാസമായി മലയാള ഭാഷയ്ക്ക് കിളിപ്പാട്ട് രീതി ആവിഷ്കരിച്ചു. പുതുതലമുറയ്ക്ക് വിജ്ഞാനം പകരുവാൻ ശോകനാശിനി പുഴയുടെ തീരത്ത് ചിറ്റൂർ മഠം സ്ഥാപിച്ചു കഴിയുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ.